കോട്ടയം പരിപ്പ് 900 ഷാപ്പിൽ ഭക്ഷ്യവിഷബാധ എന്ന സംശയം. ഭക്ഷണം കഴിക്കുകയും കള്ളു കുടിക്കുകയും ചെയ്ത കുമരകം സ്വദേശി ജ്യോതിഷ് ചികിത്സയിലിരിക്കെ മരിച്ചു. നിലവിൽ 4 പേർ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഷിനോജ് എസ് ടി വിവരങ്ങളുമായി. ഷിനോജ്, ഈ 900 ഷാപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു സെലിബ്രിറ്റി ഷാപ്പാണല്ലോ. അവിടെ നിന്നുള്ള ഭക്ഷണത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായതെന്ന് സംശയിക്കാൻ കാരണം എന്താണ്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സംഘം 7 പേരടങ്ങുന്ന സംഘമാണ് ഇവർ ഈ കോട്ടയം പരിപ്പിലുള്ള ഈ 900 ഷാപ്പിലേക്ക് എത്തി കള്ളു കുടിക്കുന്നതിന് വേണ്ടിയും ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി അവിടേക്ക് എത്തുന്നത്. ആ സമയത്ത് 5 പേർ, ഈ സംഘത്തിലുണ്ടായിരുന്ന 5 പേർ തലക്കറി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. ഈ 5 പേരുമാണ് നിലവിൽ ഇപ്പോൾ ഇന്നലെ വൈകിട്ടോട് കൂടി ഈ ഭക്ഷണം കഴിച്ച ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് ഐമനത്തെ ഒരു ആശുപത്രിയിൽ, ആദ്യത്തെ ആശുപത്രി ഐമനത്തെ ആശുപത്രിയിൽ ആദ്യം പോയി. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ കോട്ടയം നഗരത്തിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് തുടർ ചികിത്സയ്ക്ക് വേണ്ടി ഇവർ 5 പേരും എത്തിയത്. നിലവിൽ ഇപ്പോൾ ഇന്നലെ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് ഈ കുമരകം സ്വദേശിയായ ജ്യോതിഷ് മരിച്ചിരിക്കുന്നത്. ജ്യോതിഷിൻ്റെ കിഡ്നിയുടെ പ്രവർത്തനം പൂർണ്ണമായും ഇന്നലെ ഉച്ചയോട് കൂടി തന്നെ നിലച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇന്നലെ 2 തവണ ഡയാലിസിസ് ചെയ്തു എന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം വൈകിട്ടോട് കൂടിയാണ് ജ്യോതിഷിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത്. ബാക്കി 4 പേരും, ചികിത്സയിലുള്ള ബാക്കി 4 പേരും ഇപ്പോഴും ഈ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെ തുടരുകയാണ്. എന്തായാലും ഈ കഴിച്ച ഭക്ഷണത്തിൽ, അതായത് 7 പേരടങ്ങുന്ന സംഘമാണ് ഈ ഷാപ്പിലേക്ക് എത്തിയത്. അതിൽ 5 പേരാണ് ഈ മീൻ വിഭവം, അതായത് തലക്കറി കഴിക്കുന്നത്. ഈ 5 പേർക്കുമാണ് ഇത്തരത്തിൽ ഈ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ കാണിക്കുകയും ചെയ്തത്. എന്തായാലും ഇതിൻ്റേതാണോ, അതായത് ഈ കഴിച്ച ഭക്ഷണത്തിൻ്റെതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കഴിച്ചിട്ടുണ്ടായിരുന്നു, മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത വരണം. അതിന് ജ്യോതിഷിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ നിർണായകമാണ്. എന്തായാലും ഈ ഷാപ്പിൽ നിലവിൽ ഇപ്പോൾ കോട്ടയം വെസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി ഹെൽത്ത് ഉദ്യോഗസ്ഥരുൾപ്പെടെ, ആരോഗ്യ ജീവനക്കാർ ഉൾപ്പെടെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഭക്ഷണത്തിൻ്റെ സാമ്പിൾ ഉൾപ്പെടെ എടുക്കുന്നത് തരത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ നമ്മളും ആ ഷാപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സാമ്പിൾ എടുക്കുന്നതൊന്നും തന്നെ ഇനി പ്രായോഗികമല്ല. കാരണം ഈ ശനിയാഴ്ച നടന്ന സംഭവമാണ്. ഇന്നലെയും ആ ഷാപ്പ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ സാമ്പിൾ, അതായത് ആ ദിവസത്തെ സാമ്പിൾ എടുക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ കുമരകം സ്വദേശിയായ ജ്യോതിഷാണ് മരിച്ചിരിക്കുന്നത്. ശരി, എന്തായാലും അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം അനുഭവപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളാണ് ഷിനോജ് പറഞ്ഞതുപോലെ. ഇനിയിപ്പോൾ അവിടെ നിന്ന് സാമ്പിൾ എടുക്കുക, ചികിത്സയിലിരിക്കുകയാണ് മരിച്ചത്, മിനിയാന്നാണ് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ അവിടുത്തെ ആ സാമ്പിളുകൾ എടുക്കുകയൊക്കെ അപ്രായോഗികമായ കാര്യമാണ്. എന്തായാലും അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടത്, ആശുപത്രിയിലേക്ക് പോയത്, പിന്നീട് മരണം സംഭവിച്ചത്.